ഞാൻ സുൽത്താനുലമയുടെ പിന്നിൽ കൂടാനുള്ള ഒരു കാരണം മാത്രം പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായി തിരിയുന്ന സമയത്ത് ഞാൻ കൊടിഞ്ഞി കനകത്തായം മദ്രസയിൽ പള്ളിയിൽ ഇമാമത്തും കനകത്തായ മദ്രസയിലെ സദർമായാലുമാണ്. ആ സമയത്ത് രണ്ട് ഗ്രൂപ്പാവുകയും അന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമായിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പഠിപ്പിക്കുന്നവർ മഹാനായ കണ്യത്ത് ഉസ്താദും ശംസുൽ ഉലമയും സെക്രട്ടറിയും പ്രസിഡന്റുമായ ഈ ഇതിൽ ഒപ്പുവെക്കണം എന്ന് പറയും. അല്ലാത്തവർക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറയും. ആ സമയത്ത് ഞാൻ ഒപ്പുവെച്ചില്ല. ഞാൻ ആദ്യം തന്നെ ഒപ്പുവെച്ച് വന്നവനാണെന്ന്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടെ ഞാൻ മഹാനായ ശൈഖുനാ സിഎം വലിയുള്ളാഹി മടവൂർ സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ ദർജയെ അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹുദൂർ നമ്മുടെ സദസ്സിൽ അല്ലാഹു എത്തിക്കുമാറാവട്ടെ. മഹാനവരുടെ അടുത്ത് എപ്പോഴും പോവും വരവും അങ്ങനെ ഉണ്ട്. ആ സമയത്ത് ശൈഖുനാന്റെ അടുത്ത് ഞാൻ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, അങ്ങോട്ട് ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിലെടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചെന്നു അസ്സലാമു അലൈക്കും, എന്താ നിങ്ങൾ വന്നു? ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് എടുക്കുന്നോളന്ന് എണിച്ച് അവിടുന്ന് എണിച്ചിരുന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ അകംകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? വീണ്ടും ചോദിക്കുവാണ്, നിങ്ങളുടെ അകംകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെടരുത്, അതിനാണ് ഞാൻ ഇവിടെ വന്നത് എന്നോട്. അപ്പോൾ എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരെ അല്ലാഹു ഉയർത്തപ്പെട്ടു. വീണ്ടും പറഞ്ഞു, അവരെ അല്ലാഹു ഉയർത്തപ്പെട്ടു. അവരെ പിന്നിൽ നിന്നോ നിന്റെ കഴുത്തിൽ വാളുകൊണ്ട് മൂർന്ന് അറക്കപ്പെട്ടാലും പിന്മാറരുത്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി മാത ഷഹീദ് എന്നീ ഹദീസും ഓതി നിങ്ങൾക്ക് പോകാം. ഇത് പറഞ്ഞു. അന്ന് ഞാൻ ഉറപ്പിച്ചു. അന്ന് കാന്തപുരം ഉസ്താദ് ഇങ്ങനെയൊന്നും ഉയർന്നിട്ടില്ല. അപ്പോൾ ആ ഉറച്ചു നിന്നു. മഹാനായ ശൈഖുനായുടെ ആ വാക്ക് പുലർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ ഉയർത്തി അങ്ങ് ഉയർത്തിക്കൊണ്ടുപോവുക തന്നെയാണ്. ആര് താഴ്ത്തിയിട്ടും ഉസ്താദ് താഴുന്നില്ല. അത് മുമ്പ് തന്നെ കാലയെ കൂട്ടി തന്നെ കണ്ട മഹാനായ ശൈഖുന. അതിന്റെ മുമ്പ് മഹാനായ ശൈഖുനയുടെ കറാമത്തുകൾ ഒരുപാട് കണ്ടതാണ് ഞാൻ. മഹാനായ നമ്മള് വേലുത്തൂരത്ത് അല്ലാഹു അവിടുത്തെ ഏറ്റി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളെ എപ്പോഴും പറയലുണ്ടല്ലോ, എനിക്ക് 5 പെൺമക്കളായിരുന്ന സമയത്ത് അഞ്ചാമത്തെ പെണ്ണിനെ മകളെ ഭാര്യ പ്രസവിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ശൈഖുനാനോട് അപ്പോഴാ എനിക്കൊരു ഓർമ്മ, എനിക്ക് 5 പെൺമക്കളാണല്ലോ എന്ന് ഞാൻ ശൈഖുനാനോട് പറയാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ മുറ്റത്തെത്തിയപ്പോൾ തന്നെ എന്നെ വിളിക്കപ്പെട്ടു. അവിടെ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകും. അവന് ഞാൻ പേര് വെക്കപ്പെട്ടു മുഹമ്മദ് യാസീൻ എന്ന്. അവൻ 12ാം വയസ്സിൽ ഹജ്ജ് ചെയ്യും, നിങ്ങൾക്ക് പോകാം. ഷെഫിൻ അവിടെ പറഞ്ഞു ഈ 3 വാക്ക്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ ഇവിടെ വന്നു പറഞ്ഞു, കുട്ടി ആൺകുട്ടിയാണ് ഈ കാരം, പേരിന്നതാണ് ഈ കാരം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം നടന്നു. അന്ന് ഭാര്യയ്ക്ക് ഗർഭമില്ല. ഭാര്യ 5ാമത്തെ മകളെ പ്രസവിച്ചു കൊടുക്കുകയാണ്.
അതേ പ്രകാരമാണ് മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഈ CM മൊയ്തുള്ളാഹി പറയുകയുണ്ടായി. അന്നു മുതൽ എന്ത് ത്യാഗം സഹിച്ചാലും എനിക്ക് എന്തെല്ലാം വന്നാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു, ഏറ് വന്നു, തല്ല് വന്നു, കെത്താൻ വന്നു, അന്ന് പറഞ്ഞല്ലോ വാളുകൊണ്ട് കഴുത്തിൽ മൂർന്ന് അറക്കപ്പെട്ടാലും പിന്മാറരുത്. അങ്ങനെ മഹാനായ ഷെയ്ഖുനായുടെ ആ ഉറപ്പ് പ്രകാരമാണ്